എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +1 മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ സ്പെഷ്യൽ വീഡിയോ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പക്ഷെ നല്ല രീതിയിൽ എഴുതി പഠിക്കേണ്ടതായ ഒരു ചാപ്റ്റർ ട്രിഗണോമെട്രി. ട്രിഗണോമെട്രിയിൽ നിന്നും ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. സ്ഥിരമായിട്ട് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഒരു പ്രോപ്പർ റിവിഷനും ആവും. ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ് റേഡിയൻ ടു ഡിഗ്രി കൺവേർഷൻ. റേഡിയൻ മെഷർ ചെയ്ത് തന്നിട്ട് ഡിഗ്രിയിലേക്ക് മാറ്റാനും ഡിഗ്രിയിൽ തന്നിട്ട് റേഡിയനിലേക്ക് മാറ്റാനും. ഓക്കെ, അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ്സ് ഇൻടു റേഡിയൻ മെഷർ. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ പൂർണ്ണമായിട്ടും ഡിഗ്രിയിലേക്ക് മാറ്റണം അല്ലെ. നമുക്കറിയാം റേഡിയനെ ഡിഗ്രി ആക്കി മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യാന്നുള്ളത് അറിയാം അല്ലെ. ശ്രദ്ധിച്ചിരിക്കുക, റേഡിയൻ മെഷർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയൻ മെഷർ ഇസ് ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി മെഷർ ആണ് അല്ലെ. റേഡിയൻ മെഷർ എന്ന് പറയുന്നത് π/180 ഇൻറ്റു ഡിഗ്രി മെഷർ ആണ്. അപ്പൊ ഈ ഡിഗ്രി മെഷർ ആയിരിക്കണം പൂർണ്ണമായിട്ടും. ഇവിടെ മിനിറ്റും ഉണ്ട്, മിനിറ്റിനെയും കൂടെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഡിഗ്രിയിലേക്ക് മാറ്റണം. ഓക്കെ, മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഹരിച്ചാൽ മതി. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ നിലവിലെ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് 40 ഡിഗ്രി 20 മിനിറ്റ് ആണ്. സോ ദാറ്റ് ഈസ് 40 ഡിഗ്രി 40 ആൻഡ് 20 മിനിറ്റ് എന്നുള്ളതിനെ 20 മിനിറ്റ് എന്നുള്ളതിനെ എങ്ങനെ എഴുതണം? 20/60. 20/60. അപ്പൊ അതും കൂടെ പൂർണ്ണമായിട്ട് ഇപ്പൊ ചോദ്യം എന്തിലേക്ക് മാറി? ഡിഗ്രിയിലേക്ക് മാറി. 0 0 കട്ട് ചെയ്യാം. 40 ആൻഡ് 2ഉം 6ഉം കട്ട് ചെയ്താൽ 1/3. ഓക്കെ, 40 ആൻഡ് 1/3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. 3 × 40 120. 120 + 1 121/3 ഡിഗ്രി. ഓക്കെ, ഇപ്പോഴാണ് ചോദ്യം പൂർണ്ണമായിട്ട് ഡിഗ്രിയിലേക്ക് മാറിയത്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? 3 × 40 + 1 3 × 40 120 120 + 1 121/3. അപ്പൊ നമ്മുടെ ചോദ്യം പൂർണ്ണമായിട്ട് ഡിഗ്രിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി രണ്ട് ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. റേഡിയൻ മെഷർ എന്ന് പറയുന്നത് എന്താണ്? π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. ഡിഗ്രി മെഷർ എത്ര? 121/3. ക്ലിയർ അല്ലയോ? പ്രത്യേകിച്ച് കട്ട് ചെയ്യാനൊന്നുമില്ല അല്ലെ. കട്ട് ചെയ്യാനൊന്നുമില്ല. ദാറ്റ് ഈസ് 121 π ഡിവൈഡഡ് ബൈ 3 × 180. 8 2 16 3 24 4 ശിഷ്ടം 2 3 2 5 121 π/540 ആണ് ആൻസർ വരിക. 121 π/540. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. നമുക്കൊരു സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. വിത്ത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ഇന്റർസെപ്റ്റ്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 37.4 സെന്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ളൊരു ഇക്വേഷൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് അല്ലെ. ഈ ആംഗിൾ എന്ന് പറയുന്നത് റേഡിയൻസിലായിരിക്കണം കേട്ടോ. റേഡിയൻസിലായിരിക്കണം ആംഗിൾ എന്ന് പറയുന്നത്. RAD റേഡിയൻസിലായിരിക്കണം. ഓക്കെ, അത് മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ആംഗിൾ ഡിഗ്രി അല്ല, റേഡിയനിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ഷോർട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. തീറ്റ ഇസ് ഈക്വൽ ടു L/R. അവിടുന്ന് L ഇസ് ഈക്വൽ ടു R തീറ്റ. ഈ ഒരു ഇക്വേഷൻ ആണ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയൻസ്. തീറ്റ എന്തിലായിരിക്കണം? റേഡിയൻസിലായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ. സെൻട്രൽ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഓക്കെ, ഡിഗ്രിയെ നമുക്ക് റേഡിയനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ 60 × π/180 കട്ട് ചെയ്യാം. 3 18 π/3 വരും അല്ലെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്രീസ് നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. 30 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ π/6 ആണ്. 45 ഡിഗ്രിയുടേത് π/4 ആണ്. 60 ഡിഗ്രിയുടേത് π/3 ആണ്. 90 ഡിഗ്രിയുടേത് π/2 ആണ്. 180 ഡിഗ്രിയുടേത് π ആണ്. 360 ഡിഗ്രിയുടേത് 2π ആണ്. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? തീറ്റ കിട്ടി അല്ലെ. ഇനി ആർക്ക് ലെങ്ത് 37.4 തന്നിട്ടുണ്ട്. അതായത് L നമുക്ക് തന്നിട്ടുണ്ട്. L ഇസ് ഈക്വൽ ടു 37.4. ഇനി നേരെ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്തോ വേണ്ടേ? റേഡിയസ് ആണ് വേണ്ടേ അല്ലെ. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്തുവാ? L ഇസ് ഈക്വൽ ടു R തീറ്റ ആണെന്നറിയാം. അവിടുന്ന് റേഡിയസ് L/θ അല്ലെ. L/θ ആണ്.
എൽ എന്ന് പറയുന്നത് എന്തോ 37.4 ബൈ തീറ്റ എന്ന് പറയുന്നത് എന്താണ് π/3. തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 മുകളിൽ പോവും. 37.4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ, ഇനി ക്വസ്റ്റിനെ നോക്കിയേ, യൂസ് പൈ ഈസ് ഈക്വൽ ടു 22/7 എന്ന് ക്വസ്റ്റിനെ പറയുന്നുണ്ട്. പൈക്ക് വരെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? 22/7 ഉപയോഗിക്കണം. ഓക്കെ, ഇപ്പൊ ബൈ പൈ ആണ്, 3 നമ്മൾ മുകളിൽ കൊടുത്തു. ബൈ പൈക്ക് പകരം 22/7. ഇനി 7 കൂടെ മുകളിൽ പോകും അല്ലേ? അപ്പൊ എന്ത് വരും? 37.4 ഗുണം 3 ഗുണം 7/22. ശരിയല്ലേ? 37.4 ഗുണം 3 ഗുണം 7/22. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 37.4 ഇൻറ്റു 3 ഇൻറ്റു 7/22. ഇപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ആൻസർ കാണിക്കുന്നത് എങ്ങനെയായിരിക്കും? 35.7. ഓക്കെ, കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി, ഈസി ആയിട്ട് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെന്റിമീറ്റർ ലോങ്. ഒരു വാച്ചിന്റെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഉണ്ട്, മണിക്കൂറിനെ കാണിക്കുന്ന സൂചിയുണ്ട്, മണിക്കൂർ സൂചിയുണ്ട്. ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെന്റിമീറ്റർ ലോങ്. വാച്ചിന്റെ മിനിറ്റ് ഹാൻഡ് ആണ്, മിനിറ്റ് ഹാൻഡ് ആണ് കേട്ടോ, മിനിറ്റ് ഹാൻഡ് ആണ് 1.5 സെന്റിമീറ്റർ ലോങ്. ഹൗ ഫാർ ഡസ് ഇറ്റ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്സ്? അതായത് ആർക്ക് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു വാച്ചായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് 40 മിനിറ്റ് കൊണ്ട് ഇതാണ് അതിന്റെ ടിപ്പ് വരിക, അല്ലെ മിനിറ്റ് ഹാൻഡിന്റെ ടിപ്പ്. ഒരു 40 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ എത്ര ദൂരം സഞ്ചരിക്കും? ഒരു 40 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ആംഗിൾ, സെൻട്രൽ ആംഗിൾ തീറ്റയാണെങ്കിൽ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് റേഡിയസ്, ഇതിന്റെ ലെങ്ത് 1.5 ആണ്. തീർച്ചയായിട്ടും മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഈ ഒരു 1.5 നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എടുക്കാൻ സമയമാണ് തന്നേക്കുന്നത്. നമുക്ക് എന്ത് തന്നിട്ടില്ല? നമുക്ക് സെൻട്രൽ ആംഗിളും തന്നിട്ടില്ല. ഇത് ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കാൻ എടുത്ത സമയം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. റേഡിയസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ 2 അൺനോൺ ആൾക്കാരാണ് ഉള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് ആദ്യം നോക്കുക. കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഹൗ ഫാർ ഡസ് ഇറ്റ് സ്ട്രിപ്പ് മൂവ്? അതായത് ഈ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത്, എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. എൽ ഇസ് ഈക്വൽ ടു ആർ തീറ്റ ആണെന്ന് നമുക്കറിയാം അല്ലെ? അതിനകത്ത് ആറ് നമുക്കറിയാം. ഇനി എനിക്ക് തീറ്റയും കൂടെ വേണം. തീറ്റയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എല്ല് കണ്ടുപിടിക്കാം. തീറ്റ കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണ് 40 മിനിറ്റ് നമുക്ക് തന്നേക്കുന്നത്. നമുക്കറിയാം ഒരു ഫുൾ റെവല്യൂഷൻ, ഈ ഒരു നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ, ഒരു മൊത്തം സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്. 1 മണിക്കൂർ 60 മിനിറ്റ് അല്ലെ? 60 മിനിറ്റ് കൊണ്ട് ഒരു മൊത്തം റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. 60 മിനിറ്റ് കൊണ്ട് ഒരു ടോട്ടൽ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും അല്ലെ? അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് എത്ര കംപ്ലീറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 60/40 എടുത്താൽ മതി അല്ലെ? 60/40 എടുത്താൽ അപ്പൊ എന്ത് വരും? 6/4 അല്ലെ? സോറി, 40 മിനിറ്റ് കൊണ്ട് എത്ര? അപ്പൊ 40/60 ആണ് എടുക്കേണ്ടത് കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് 60, 1 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? 40/60 ആണ് എടുക്കേണ്ടത്. 40/60. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 40/60. 60ൽ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 40/60 കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 കൊണ്ട് കട്ട് ചെയ്താൽ 2/3 അല്ലെ? 2/3. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റെവല്യൂഷന്റെ 2/3 ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ? ശരിക്കും നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ചേ. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ്. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ് അല്ലെ? 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ 1/3 ഭാഗമല്ലേ വരുന്നുള്ളൂ? 2 ഭാഗമല്ലേ വരുന്നുള്ളൂ? ബാക്കിയുള്ള 2 ഭാഗം കൂടെ ചേരുമ്പോഴാണ് +1/3, 3/3, 1 വരുന്നത്. ശരിയല്ലേ? 2/3 ആണ് 40 മിനിറ്റ് എന്ന് പറയുന്നത്. 2/3 ഓഫ് റെവല്യൂഷൻ ആണ് 40 മിനിറ്റ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 40നെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 60 കൊണ്ട് ഹരിച്ചാൽ മതി. 40/60, 0 കട്ടായാൽ 4/6, കട്ട് ചെയ്താൽ 2/3. ഈ 2/3 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 3/2 ഭാഗം റെവല്യൂഷൻ ആണ് 40 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി?
ഒരു മൊത്തം റെവല്യൂഷന്റെ ഡിഗ്രി എത്രയാണ്? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ, ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന 360 ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഈ 2/3 നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2/3 ഇൻറ്റു, നമുക്ക് തീറ്റ കണ്ടുപിടിക്കുകയാണ്. തീറ്റ ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 360. ഈ തീറ്റ എന്ന് പറയുന്നത് എന്തിലാണ്? ഡിഗ്രീസിലാണ് അല്ലെ? ഡിഗ്രീസിലാണ്. അതിനെ റേഡിയനിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു π/180 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. π/180 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 180ന്റെ ഇരട്ടിയാണ് 360. 2 ഇൻറ്റു 2 4 വരും. 4π/3 വരും. തീറ്റ എത്രയാണ്? 4π/3. ഇനി വേണ്ട ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. L ഇസ് ഈക്വൽ ടു ആർ തീറ്റ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന റേഡിയസ് നമുക്കറിയാം 1.5 ആണ്. ഇൻറ്റു തീറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4π/3. 1.5ന്റെ ഇരട്ടിയാണ് 3. 2ഉം 4ഉം കൂടെ കട്ട് ചെയ്താൽ 2. സോ 2π ആണ് ആൻസർ വരിക, 2π. ഇനി ക്വസ്റ്റ്യനിൽ അവർ എടുത്ത് പറയുന്നുണ്ട് പൈക്ക് പകരം എന്തോ യൂസ് ചെയ്യണം? 3.14 യൂസ് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.14, 24 1 2 2 23 6.24. 6.24 ആണ് 40 മിനിറ്റ് കൊണ്ട് നമ്മുടെ വാച്ചിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്ന ദൂരം. ഇത്രയും സെന്റിമീറ്റർ ആണ് കേട്ടോ, സെന്റിമീറ്റർ. കാരണം റേഡിയസ് സെന്റിമീറ്ററിലായിരുന്നല്ലോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ 3 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് ദ ആർക്സ് ഓഫ് സെയിം ലെങ്ത് ഇൻ 2 സർക്കിൾസ് സബ്ടെൻഡ് ആംഗിൾ 65 ഡിഗ്രി ആൻഡ് 110 ഡിഗ്രി അറ്റ് സെന്റർ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ റേഡിയായി. സാധാരണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? L ഇസ് ഈക്വൽ ടു ആർ തീറ്റ. തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയൻസ് ആയിരിക്കണമെന്നറിയാം. നമുക്ക് എന്തിന്റെ റേഷ്യോ ആണ് വേണ്ടതെന്ന് ആദ്യം നോക്കുക. ഫൈൻ റേഷ്യോ ഓഫ് ദ റേഡിയൻ. ഇപ്പൊ 2 എണ്ണം ഉണ്ട് അല്ലെ? 2 സർക്കിൾസ് ഉണ്ട്, 2 ആർക്കുകളുണ്ട്. അപ്പം L1 ഇതിനകത്ത് സെയിം ആയിട്ട് വരുന്നത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. സെയിം ആയിട്ട് വരുന്നത് എന്താണ്? സെയിം ലെങ്ത് ആണ്. അപ്പൊ L മാറുന്നില്ല. ഓക്കെ, L മാറുന്നില്ല. ഇപ്പം R മാറുന്നുണ്ട്, തീറ്റയും മാറുന്നുണ്ട്. അപ്പൊ L ഈക്വൽ ടു R1 തീറ്റ 1. അടുത്ത L എന്തായിരിക്കും? L1 L2 എന്ന് തന്നെ വിളിച്ചോളൂ. R2 തീറ്റ 2. ആർക്ക് ലെങ്ത് സെയിം ആണെന്നാണ് പറയുന്നത്. L1 ഈക്വൽ ടു L2, അതായത് R1 തീറ്റ 1 ഇസ് ഈക്വൽ ടു R2 തീറ്റ 2 അല്ലെ? സോ ഇത് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സംഗതിയാണ്. നമുക്ക് റേഡിയസിന്റെ റേഷ്യോ ആണ് വേണ്ടത് അല്ലെ? R1/R2 ആണ് നമുക്ക് വേണ്ടത്. അതെന്താണ്? R2 ഇങ്ങോട്ട് എടുത്തു. ഓൾറെഡി ഇവിടെ തീറ്റ 2 ഉണ്ട്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന തീറ്റ 1 നേരെ താഴെ ഇറങ്ങും. R1/R2 ഇസ് ഈക്വൽ ടു തീറ്റ 2/തീറ്റ 1. ഇപ്പൊ രണ്ടാമത്തെ ആംഗിൾ ആണ് മുകളിൽ വരേണ്ടത്, ആദ്യത്തെ ആംഗിൾ താഴെ. രണ്ടാമത്തെ ആംഗിൾ 110 ഡിഗ്രി, അത് മുകളിൽ വരണം. 110. തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയൻ. റേഡിയനിലേക്ക് മാറ്റാൻ π/180 കൊണ്ട് ഗുണിക്കണം. ബൈ തീറ്റ 1. തീറ്റ 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആംഗിൾ 65 ഡിഗ്രി. തീറ്റ റേഡിയൻസിലായിരിക്കണം. റേഡിയനിലേക്ക് മാറ്റാൻ വേണ്ടി π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, π/180 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? 5 കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ? ഈ 5 10, ശിഷ്ടം 1 10, ഈ 5 10, 5 5, ശിഷ്ടം 1 15, 3 15, 22/13 വരും. റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ. Therefore R1 is to R2 is equal to 22 is to 13. 22 is to 13 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 31π/3. സൈൻ 31π/3യുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഒരു nπക്ക് ശേഷം സൈനിന്റെ വാല്യൂ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സൈൻ ഓഫ് nπ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഓഫ് nπ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ n എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് 31π/3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൈൻ ഓഫ് 31π/3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 31നെ നമുക്ക് 30π പ്ലസ് 1π അല്ലെ? അങ്ങനെ എഴുതാം. /3. 30πയുടെ കൂടെ 1π കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടുക? 31π ആണ് കിട്ടുക. എന്തുകൊണ്ടാണ് 30 തന്നെ എഴുതാനുള്ള കാരണം? താഴെ 3 ഉണ്ട്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3 കട്ട് ചെയ്ത് നമുക്കൊരു ഇന്റിജറിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ? സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ്, സ്പ്ലിറ്റ് ചെയ്താൽ 30π/3 പ്ലസ് π/3. സോ സൈൻ ഓഫ്
30 പൈ ബൈ 3 എന്ന് പറയുമ്പോൾ കട്ട് ചെയ്താൽ 10 വരും അല്ലെ. 10 പൈ പ്ലസ് പൈ ബൈ 3. ഓക്കെ, നിങ്ങൾ നോക്ക്, സൈൻ ഓഫ് n പൈ പ്ലസ് തീറ്റ സൈൻ തീറ്റയാണ്. അപ്പൊ സൈൻ ഓഫ് 10 പൈ പ്ലസ് പൈ ബൈ 3 എന്ത് വരും? സൈൻ പൈ ബൈ 3 എന്ന് വരും. പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 60 ആണ്. സൈൻ 60 എത്രയാണ്? √3 ഡിവൈഡഡ് ബൈ 2. സൈൻ 60 എന്താണ്? √3 ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സോ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. cos x equal to -3/5 and x lies in third quadrant. Find the values of other trigonometric functions. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വാഡ്രന്റ് അനാലിസിസ് എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യെസ്, എക്സ് ആൻഡ് വൈ ആക്സിസ് ഡിവൈഡ് പ്ലെയിൻ ഇൻറ്റു 4 ക്വാഡ്രന്റ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, സോ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓരോ ക്വാഡ്രന്റിലെയും ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ സൈൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന്റെ ആംഗിൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് 0 ആണ്. ഇവിടെ വരുമ്പോൾ 90 ആവും അല്ലെ. 0, 90, 180, 180യുടെ കൂടെ 90 കൂട്ടി 270. ഇങ്ങോട്ട് തിരിച്ച് കയറുമ്പോൾ എന്താവും? 360 ആവും. ഇങ്ങനെ ഇതാണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ. 0യിൽ തുടങ്ങി 360യിൽ വരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ. കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന ആംഗിൾ എത്രയാണെന്ന് അറിയാം? 360 ഡിഗ്രി. അതിന്റെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ 2π ആണ്. ഓക്കെ, ഇതിന്റെ എല്ലാ റേഡിയൻ മെഷറും കൂടെ അറിഞ്ഞിരിക്കണേ. 90 എന്ന് പറഞ്ഞാൽ π ബൈ 2, 180 എന്ന് പറഞ്ഞാൽ 2π, 360 എന്ന് പറഞ്ഞാൽ 3π ബൈ 2. ഓക്കെ, തിരിച്ച് 360യിലേക്ക് കയറുമ്പോൾ 2π. സോ ആൻഡ് ഓരോ ക്വാഡ്രന്റിലും നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ സൈൻ ആണ് അടുത്തായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ് അല്ലെ. എല്ലാം പോസിറ്റീവ് ആണ്. സൈനും പോസിറ്റീവ് ആണ്, കോസ് പോസിറ്റീവ് ആണ്, ടാൻ പോസിറ്റീവ് ആണ്, കൊസീക്ക് പോസിറ്റീവ് ആണ്, സീക്ക് പോസിറ്റീവ് ആണ്, കോട്ട് പോസിറ്റീവ് ആണ്. എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഓൾ പോസിറ്റീവ്. ഇവിടെ എന്താണ്? ഓൾ പോസിറ്റീവ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ ഇവിടെ സൈൻ ആണ് പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ ടാൻ പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ കോസ് പോസിറ്റീവ്. ഓക്കെ, സൈൻ പോസിറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആവും. സൈനിന്റെ റെസിപ്രോക്കൽ എന്താണ്? കൊസീക്ക് അല്ലെ. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ടാൻ പോസിറ്റീവ് ആണ്, ടാനിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും പോസിറ്റീവ് ആയിരിക്കും. കോസ് പോസിറ്റീവ് ആണ്, കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണ് കേട്ടോ. ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണ്. സൈനും കൊസീക്കും ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ്. ഇപ്പം കോസ് നെഗറ്റീവ് ആണ്, ടാൻ നെഗറ്റീവ് ആണ്, സീക്ക് നെഗറ്റീവ് ആണ്, കോട്ട് നെഗറ്റീവ് ആണ് സെക്കൻഡ് ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, ബാക്കി ഓരോരുത്തർക്കും എന്തൊക്കെയാണ്? ബാക്കിയുള്ള എല്ലാവരും മൊത്തം 6 പേരാണുള്ളത്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാവരും പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റ് ഈ 2 പേര് പോസിറ്റീവ്, ബാക്കിയുള്ള 4 പേര് നെഗറ്റീവ്. തേർഡ് ക്വാഡ്രന്റ് ഈ 2 പേര് പോസിറ്റീവ്, ബാക്കിയുള്ള 4 പേര് നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റ് കോസും സീക്കും പോസിറ്റീവ്, ബാക്കിയുള്ള 4 ട്രിഗണോമെട്രിക് റേഷ്യോസ് നെഗറ്റീവ്. അപ്പോൾ ഓരോ ക്വാഡ്രന്റിലെയും സൈൻ മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഓരോ ക്വാഡ്രന്റിലും ഉള്ള സൈൻ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. cos x equal to -3/5 ആണ്. എക്സ് ലൈ ചെയ്യുന്ന ക്വാഡ്രന്റ് ഏതാണ്? തേർഡ് ക്വാഡ്രന്റിലാണ് എക്സ് ലൈ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ അവിടെ ടാൻ പോസിറ്റീവ് ആണ്, കോട്ടും പോസിറ്റീവ് ആണ്. അത് ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. കോസ് നെഗറ്റീവ് ആണ്, അതാണ് കോസ് നമുക്ക് നെഗറ്റീവിൽ തന്നേക്കുന്നത്. ഓക്കെ, cos x equal to -3/5. അപ്പൊ ആദ്യത്തെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് സൈൻ ഒന്നും നോക്കണ്ട. സൈൻ നോക്കാണ്ട് തന്നെ എല്ലാം എഴുതുക. ഏറ്റവും അവസാനം ഒരുമിച്ച് സൈൻ കൊടുക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, പിന്നെ കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കാം. ആദ്യം ഈ സൈൻ നോക്കാണ്ട് cos x 3/5 ആയിട്ട് വായിക്കുക അല്ലെ. cos x equal to 3/5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഈ ആംഗിൾ നമ്മൾ x മാർക്ക് ചെയ്യുക. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അഡ്ജസെന്റ് 3, ഹൈപ്പോട്ടിന്യൂസ് 5. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എന്താ വരും? 4 വരും. 3, 4, 5 പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലെ. പൈതഗോറസ് ട്രിപ്ലറ്റ് ആണ് 3, 4, 5. എല്ലാവർക്കും അറിയാവുന്ന വാല്യൂ ആണ്. അല്ലെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് റൂട്ട് ഓഫ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എടുത്താൽ മതി. റൂട്ട് 5ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ, റൂട്ട് ഓഫ് 25 മൈനസ് 9, റൂട്ട് 16, 4 വരും.
ഓക്കെ, എഴുതണമെന്നില്ല, 3, 4, 5 നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. ഇനി ബാക്കിയുള്ള എല്ലാ വാല്യൂസും എഴുതിക്കോളൂ കേട്ടോ. ഒരുമിച്ച് നമുക്ക് സൈൻ കൊടുക്കാം. അവസാനം സൈൻ എക്സ് എന്ത് വരും? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 4/5. കോസ് എക്സ് ഓൾറെഡി ഉണ്ട്. അടുത്ത ടാൻ എക്സ്. ടാൻ എക്സ് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 4/3. അടുത്ത സൈൻ കോസ് ടാൻ കൊസീക്ക്. കൊസീക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ തിരിച്ചിട്ടാൽ മതി. എന്ത് വരും? 5/4. സീക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ കോസ് തിരിച്ചിട്ടാൽ മതി. സൈൻ ഇപ്പൊ നോക്കണ്ട, കോസ് തിരിച്ചിടുമ്പോൾ 5/3. കൊസീക്ക് സീക്ക് കോട്ട് അല്ലെ. കോട്ട് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ തിരിച്ചിട്ടാൽ മതി. ടാൻ തിരിച്ചിടുമ്പോൾ 4/3 തിരിച്ചിടുമ്പോൾ 3/4. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സംഗതികളാണ് അല്ലെ. സൈൻ തിരിച്ചിട്ടാൽ കൊസീക്ക് കിട്ടും, കോസ് തിരിച്ചിട്ടാൽ സീക്ക് കിട്ടും, ടാൻ തിരിച്ചിട്ടാൽ കോട്ട് കിട്ടും അല്ലെ. റെസിപ്രോക്കൽസ് ആണ്. ഇനി നമുക്ക് ഒരുമിച്ച് സൈൻ കൊടുക്കാം. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള 2 ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ടാനും കോട്ടും അല്ലെ. ടാനും കോട്ടും ആണ് പോസിറ്റീവ്. അപ്പൊ ടാൻ പോസിറ്റീവ് ആണ്, കോട്ടും പോസിറ്റീവ് ആണ്. ബാക്കി എല്ലാവർക്കും നെഗറ്റീവ് കൊടുത്തോ. ബാക്കി എല്ലാവർക്കും നെഗറ്റീവ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ആൻസറായി. ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ്. സൈൻ നെഗറ്റീവ്, കൊസീക്ക് നെഗറ്റീവ്, സീക്ക് നെഗറ്റീവ്, കോസ് നെഗറ്റീവ്. ബാക്കി 4 പേര് നെഗറ്റീവും 2 പേര് പോസിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ. ഓക്കെ, പോസിറ്റീവ് ആവുന്ന 2 പേരെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ബാക്കി എല്ലാം ഒരുമിച്ച് അങ്ങ് നെഗറ്റീവ് കൊടുക്കാം. ടാൻ പോസിറ്റീവ് ആണ്, കോട്ടും പോസിറ്റീവ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്തതായിട്ട് ട്രിഗണോമെട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാമിനും ഉറപ്പായിട്ടും ചോദിക്കുന്ന, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ. 4 ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഈ കാണുന്ന 4 ഇക്വേഷൻ: സൈൻ എ പ്ലസ് സൈൻ ബി, സൈൻ എ മൈനസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി, കോസ് എ മൈനസ് കോസ് ബി. ഈ 4 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 4 അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. സൈൻ എ പ്ലസ് സൈൻ ബി, 2 സൈൻ എ പ്ലസ് ബി ബൈ 2, കോസ് എ മൈനസ് ബി ബൈ 2. സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറഞ്ഞാൽ നേരെ തിരിക്കുക. 2 കോസ് ആദ്യം ആക്കുക, സൈൻ രണ്ടാമതാക്കുക, ബാക്കിയെല്ലാം സെയിം. കോസ് എ പ്ലസ് കോസ് ബി എന്ന് പറഞ്ഞാൽ ആദ്യവും കോസ് രണ്ടാമതും കോസ്, ബാക്കിയെല്ലാം സെയിം. ശ്രദ്ധിക്കേണ്ടത് കോസ് എ മൈനസ് കോസ് ബി ആണ്. ആദ്യം സൈൻ രണ്ടാമത് സൈൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മൈനസ് ഉണ്ട് ഇക്വേഷന്. -2 സൈൻ എ പ്ലസ് ബി ബൈ 2, സൈൻ എ മൈനസ് ബി ബൈ 2. നിങ്ങൾ കോമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യുക, 2 എല്ലായിടത്തും കാണുന്നുണ്ട്, എ പ്ലസ് ബി ബൈ 2 എല്ലായിടത്തും കാണുന്നുണ്ട്, എ മൈനസ് ബി ബൈ 2 എല്ലായിടത്തും കാണുന്നുണ്ട് അല്ലേ. പിന്നെ വരുന്ന ഈ സൈൻ കോസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. സൈൻ എ പ്ലസ് സൈൻ ബി ആണെങ്കിൽ ആദ്യം സൈൻ പിന്നെ കോസ്, മൈനസ് ആണെങ്കിൽ ആദ്യം കോസ് പിന്നെ സൈൻ, ബാക്കിയെല്ലാം സെയിം ആണ് എല്ലായിടത്തും. കോസ് എ പ്ലസ് കോസ് ബി ആണെങ്കിൽ ആദ്യവും രണ്ടാമതും കോസ് തന്നെ. കോസ് എ മൈനസ് കോസ് ബി ആണെങ്കിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വേഷനകത്ത് ഒരു മൈനസ് ഉണ്ടെന്നുള്ളത് ഓർക്കുക. -2 വരും, സൈൻ എ പ്ലസ് ബി ബൈ 2, സൈൻ എ മൈനസ് ബി ബൈ 2. ഓക്കെ, കോസ് എ മൈനസ് കോസ് ആണെങ്കിൽ സൈൻ ആണ്, അതിനോടൊപ്പം തന്നെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. പ്രൂവ് ദാറ്റ് സൈൻ 5x പ്ലസ് സൈൻ 3x ബൈ കോസ് 5x പ്ലസ് കോസ് 3x ഈക്വൽ ടു ടാൻ 4x. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. സൈൻ 5x പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 5x പ്ലസ് കോസ് 3x ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി. നമ്മുടെ ഇക്വേഷൻ സൈൻ എ പ്ലസ് സൈൻ ബി, 2 സൈൻ എ പ്ലസ് ബി ബൈ 2, കോസ് എ മൈനസ് ബി ബൈ 2. 2 സൈൻ എ പ്ലസ് ബി മനസ്സിൽ ചെയ്യണേ. 5x 3x കൂടെ കൂട്ടുക, 8x. 8xന്റെ പകുതി 4x. ഒറ്റ സ്റ്റെപ്പ് എഴുതണം. 5x പ്ലസ് 3x 8x ആണ്. 8xന്റെ പകുതി 4x. ഓക്കെ, ബാക്കി കോസ് എ മൈനസ് ബി ബൈ 2. 5xൽ നിന്ന് 3x പോയാൽ 2x. 2xന്റെ പകുതി x. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ബൈ താഴെ കോസ് എ പ്ലസ് കോസ് ബി. ഏത് ഇക്വേഷൻ? അതിന്റെ ഇക്വേഷൻ 2 കോസ് എ പ്ലസ് ബി ബൈ 2, കോസ് എ മൈനസ് ബി ബൈ 2. 2 കോസ് 5x 3x കൂട്ടിയാൽ 8x, 8x. 8xന്റെ പകുതി 4x. കോസ് തന്നെയാണ് രണ്ടാമതും. എ മൈനസ് ബി ബൈ 2. 5xൽ നിന്ന് 3x പോയാൽ 2x. 2xന്റെ പകുതി x. 2 2 ക്യാൻസലായി, കോസ് എക്സ് ക്യാൻസലായി. സൈൻ 4x ബൈ കോസ് 4x എത്രയാണ്? ടാൻ 4x. പരിപാടി കഴിഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തി. പ്രൂഫായില്ലേ? ക്ലിയർ? ഒറ്റ സ്റ്റെപ്പിന്റെ കാര്യമേ ഉള്ളൂ, ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്ഥിരം കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതൊന്നും മിസ് ചെയ്യരുത്.
സൈൻ 3x പ്ലസ് സൈൻ എക്സ് ബൈ കോസ് 3x പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ 2x ആണെന്ന് ഷോ ചെയ്യണം. ഓക്കെ, പറഞ്ഞേ. മോളിൽ എന്താണ്? സൈൻ എ പ്ലസ് സൈൻ ബി, സൈൻ എ പ്ലസ് സൈൻ ബി, 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതേപോലെ തന്നെ എടുക്കുകയാണേ. സൈൻ 3x പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് 3x പ്ലസ് കോസ് എക്സ്. ഓക്കെ, സൈൻ എ പ്ലസ് സൈൻ ബി എന്താണ്? സൈൻ എ പ്ലസ് സൈൻ ബി 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. 2 സൈൻ എ പ്ലസ് ബി, 3x എക്സും കൂട്ടിയ 4x, 4xന്റെ പകുതി 2x. കോസ് 3x ന്ന് x പോയാൽ എത്രയാണ്? 2x, 2xന്റെ പകുതി x. പരിപാടി കഴിഞ്ഞു. താഴെ കോസ് എ പ്ലസ് കോസ് ബി എന്തുവാ? 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. 2 കോസ് 3x എക്സും കൂട്ടിയാൽ 4x, 4xന്റെ പകുതി 2x. കോസ് തന്നെ 3xൽ നിന്ന് x പോയാൽ 2x, 2xന്റെ പകുതി x. പരിപാടി കഴിഞ്ഞു. 2 × 2 ക്യാൻസൽ, കോസ് എക്സ് ക്യാൻസൽ. സൈൻ 2x ബൈ കോസ് 2x എന്താണ്? ടാൻ 2x ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ടാൻ 2x കിട്ടും ആൻസർ. സെറ്റായ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും മിസ് ചെയ്യരുത്, സ്ഥിരം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നോക്കാം. കോസ് 7x പ്ലസ് കോസ് 5x എന്തോ? കോസ് എ പ്ലസ് കോസ് ബി അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതേപോലെ നോക്കി എഴുതിക്കുക ആദ്യം. LHS കോസ് 7x പ്ലസ് കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 5x ഈക്വൽ ടു ആദ്യം എന്തുവാ? കോസ് എ പ്ലസ് കോസ് ബി എന്തുവാ? 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. 2 കോസ് എ പ്ലസ് ബി ബൈ 2, 7x 5x കൂട്ടിയാൽ 12x, 12xന്റെ പകുതി 6x അല്ലെ? കോസ് എ മൈനസ് ബി ബൈ 2, 7xൽ നിന്ന് 5x പോയാൽ 2x, 2xന്റെ പകുതി x ഡിവൈഡഡ് ബൈ സൈൻ എ മൈനസ് സൈൻ ബി എന്തുവാ? സൈൻ എ മൈനസ് സൈൻ ബി 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. 2 കോസ് എ പ്ലസ് ബി ബൈ 2, 7x 5x 12x, 12xന്റെ പകുതി 6x സൈൻ എ മൈനസ് ബി ബൈ 2, 7xൽ നിന്ന് 5x പോയാൽ 2x, 2xന്റെ പകുതി x. ഓക്കെ ആണേ? 2 2 ക്യാൻസൽ, കോസ് 6x കോസ് 6x ക്യാൻസൽ. ബാക്കി എന്തുണ്ട്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്തുവാ? കോട്ടെക്സ് അല്ലെ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണെങ്കിൽ ടാൻ എക്സ് ആണ്, കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണെങ്കിൽ കോട്ടെക്സ് ആണ് ആൻസർ വരിക. സോ ദിസ് ഈസ് അവർ RHS അല്ലെ? റൈറ്റ് ഹാൻഡ് സൈഡ്. കോട്ടെക്സ് ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന ഈ 3 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ടൊന്ന് എഴുതി പഠിക്കാം. ഓക്കെ, ഇപ്പൊ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിലെ ഇനിയും ഉണ്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ്. നമുക്ക് വഴിയെ ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഓറിയന്റഡ് സ്പെഷ്യൽ ക്ലാസ്സസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, tata, bye bye, see.